artist Kiran Verma, the accused in the Anita Kulkarni murder case, by an unknown gunman when he was being brought to the court, and the kidnapping of his fiancée and famous journalist Chitra Narayan by a group of Black Cat commandos. ഡൽഹി പോലീസും സ്പെഷ്യൽ സ്ക്വാഡും ഊർജിതമായ അന്വേഷണത്തിലാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാലുടൻ ഇക്കാര്യത്തിൽ തന്റെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. ഇത്രയും സെക്യൂരിറ്റി ഓഫീസറിന്റെ മുമ്പിൽ വെച്ച്, അതും കോടതി മുറ്റത്ത് വെച്ച് കിരണിനെ കൊല്ലുകയും ചിത്രയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്താൽ പിന്നെ പോലീസിൽ നിന്ന് ഞാൻ എന്ത് നീതിയാണോ പ്രതീക്ഷിക്കേണ്ടത്? മറുപടി ഉണ്ടാവില്ല. അവള് നഷ്ടപ്പെട്ടതിൽ തനിക്ക് വേദന തോന്നേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? മോഹൻ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിംഗ്സ്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും തന്നെ തൃപ്തിപ്പെടുത്തില്ല. എന്നെ മനസ്സിലാക്കാനും സഹായിക്കാനും നീ മാത്രമേ ഉള്ളൂ. ചിത്രയ്ക്ക് ഒന്നും വരില്ല. ഇക്കാര്യത്തിലെങ്കിലും തന്നെ സഹായിച്ചില്ലേ പിന്നെ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് എന്താ ഒരു അർത്ഥമുള്ളത്? താൻ പറ. ऐसे चांद से मुकड़े को खराब करना बहुत मुश्किल है. क्या करे? हाँ, എന്റെ കുട്ടികൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ അറിയൂ. ബാഡ് ബോയ്സ്, വെരി വെരി ബാഡ് ബോയ്സ്. എനിക്കിങ്ങനെയും. പിന്നെ നിന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം നിന്നെ കൊല്ലാനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നതെന്ന്. നോ 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 നെവർ. അതിനെനിക്ക് എത്ര പേരെ വേണമെങ്കിലും കിട്ടുമല്ലോ. കൂടുതൽ സുന്ദരികളെയും സുന്ദരന്മാരെയും അവരെയൊക്കെ കൊന്ന് രസിച്ചുകൂടെ എനിക്ക്? ചുടുചോര ചീറ്റി ഒഴുകുന്നത് കണ്ട് അങ്ങനെ അങ്ങനെ രസിച്ച് രസിച്ച് എന്റെ അജണ്ടയിൽ ഇനിയും ഒരുപാട് ഇനങ്ങളുണ്ട്. പക്ഷേ നിനക്ക് താങ്ങാൻ പറ്റില്ല. ഇനി പറ, ആ കാസറ്റ്, ആ ഡോക്യുമെന്റ്സ് എനിക്കത് എപ്പോ തരാൻ പറ്റും? എവിടെ വെച്ച് തരാൻ പറ്റും? പറ. ആലോചിക്കണം, നല്ലവണ്ണം ആലോചിക്കണം. ആലോചിച്ചോളൂ. മീഡിയ ക്യൂവിന് അതിനുള്ള സ്വാതന്ത്ര്യമെങ്കിലും തരണ്ടേ? റിലാക്സ്. സോജ സോജ രാജകുമാരി, സോജ. ഹലോ, മോഹൻ ജോർജ് സ്പീക്കിംഗ്. ഞാൻ ചിത്രയാണ്. മൈ ഗുഡ്നസ്, സതീഷ് ചിത്രയാണ്. ചിത്ര, നീ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ സതീഷിനെ കൊടുക്കാം. ഹോൾഡ് ചെയ്യണേ. ഹലോ ചിത്ര. സതീഷ്, സതീഷ് ഹെൽപ്പ് മീ പ്ലീസ്. ചിത്ര, നിനക്കൊന്നും സംഭവിക്കില്ല. എവിടെന്നാ നീ സംസാരിക്കുന്നേ? ഐ ഡോണ്ട് നോ. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷിച്ചില്ലെങ്കിൽ ഇവരെന്നെ കൊല്ലും, അത് ഉറപ്പാ. ബിലീവ് മീ, എന്ത് വന്നാലും നിനക്ക് ഞാനുണ്ട്. ഹലോ 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 സതീഷ്. ഓക്കെ ചിത്ര, ഡോണ്ട് പാനിക്. എങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടെ എത്തും, എത്രയും പെട്ടെന്ന്. മോഹൻ, ഡൽഹിയിൽ ഇപ്പൊ എവിടെയോ പരേഡ് നടക്കുന്നുണ്ട്. അത് എവിടെയാണെന്ന് ഉടനെ കണ്ടെത്തണം. അതെ, ചിത്ര ഇപ്പൊ ഉള്ളത് ഡൽഹിയിലെ ഏതോ ഒരു പരേഡ് ഗ്രൗണ്ടിനടുത്താണ്.
സതീഷ് നിന്റെ പുതിയ രക്ഷകൻ. നിന്റെ കൺമുമ്പിൽ പിടഞ്ഞു മരിച്ച കിരൺ വർമ്മയെ പോലെ അവനും പിടഞ്ഞു മരിക്കുന്നത് നിനക്ക് കാണണോ? അത് വേണ്ടെങ്കിൽ പറ, ആ കാസറ്റും പേപ്പറുമാണോ നിനക്ക് വേണ്ടത്, അതോ അവനെയോ? എനിക്കൊന്നും അറിയില്ല. Tell me! Bitch! I'll kill you! Where are they? Tell me! ഞാൻ പറയാം. എനിക്ക് സതീഷുമായി സംസാരിക്കണം. ഹലോ സതീഷ്, ഞാൻ ചിത്രയാണ്. ചിത്ര, നീ എവിടെയാണ്? എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി. നീ എന്ത് വിട്ടിത്തമായി പറയുന്നേ? സതീഷ് പ്ലീസ്, നമുക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഹലോ ബ്രിയാരിയൻ. ഓ, ഇറ്റ്സ് യു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞല്ലോ, ആ കാസറ്റ് ഡോക്യുമെന്റ്സ്. നോ, അതൊരിക്കലും നിനക്ക് കിട്ടില്ല. You son of a bitch! What do you think of me? Beggar? Scoundrel? A stupid fool? യെസ്, യു ആർ വൺ. അത് മാത്രമല്ല, ഒരു ഭീരുവിനെ പോലെ ഒളിച്ചിരുന്ന് എന്ത് തന്തയില്ലാത്തരവും കാണിക്കാമെന്ന് അഹങ്കരിക്കുന്ന ബാസ്റ്റഡ്, അതാണ് നീ. Stop it! നിന്റെ കയ്യിലുള്ള ആ പീറ തെളിവുകൾക്ക് ഞാൻ വെറും പുല്ല് വിലയെ കൽപ്പിച്ചിട്ടുള്ളൂവെന്ന് നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അരമണിക്കൂറിനുള്ളിൽ സതീഷ്, ഇവളുടെ ഡെഡ് ബോഡി ഞാൻ നിനക്ക് എത്തിച്ചു തരും. മിസ്റ്റർ ഐസക്, നിങ്ങൾക്ക് വേണ്ടത് കാസറ്റും പേപ്പേഴ്സ് അല്ലേ? ഞാനത് തരാം. പക്ഷേ ചിത്ര എനിക്ക് സേഫ് ആയിട്ട് വിട്ടുകിട്ടണം, ഒരു പോറൽ പോലും ഏൽക്കാതെ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റ്സ് കൈമാറേണ്ട സ്ഥലം, അതിന്റെ ഡീറ്റെയിൽസ് 5 മിനിറ്റിനകം നിങ്ങളുടെ ഫാക്സിലെത്തും. അവിടെ വെച്ച് ചിത്രയെ നിങ്ങൾക്ക് സേഫായി വിട്ടുതരും. പിന്നെ നിങ്ങളോടൊപ്പം ഒരു ഫോഴ്സും ഉണ്ടാവരുത്. ഒറ്റയ്ക്ക്, നിങ്ങൾ ഒറ്റയ്ക്ക്. മനസ്സിലായല്ലോ? ഗുഡ് ലക്ക് ടു യു. മോഹൻ ജോർജ്, എന്റെ ഫ്രണ്ട്. എന്താ, സതീഷിന്റെ ഫ്രണ്ട് എന്റെയും ഫ്രണ്ട് ആയിക്കൂടെ? സതീഷ് അവനെന്റെ സുഹൃത്തായി പോയി. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തിയില്ല. ഈ ഡീലിംഗ് കഴിയുമ്പോ നിന്റെ ഡെഡ് ബോഡിയാണ് അവന് കിട്ടാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നുണ്ടോ? No, you can't do that. പറ, അങ്ങനെ ഒരു സമ്മാനമെങ്കിലും ഞാൻ അവന് കൊടുക്കണ്ടേ? ഈ ഏരിയയിലാണ് അവർ പറഞ്ഞിരിക്കുന്ന ബ്രിഡ്ജ്. ഓൾഡ് ഡൽഹിയിൽ നിന്ന് 45 കിലോമീറ്റർ ദൂരെ. ഇതിന് ചുറ്റും കാടുകളാണ്. ആൻഡ് യു വിൽ ബി സ്റ്റാൻഡിങ് ഹിയർ. റൈറ്റ് സർ. ആ ബ്രിഡ്ജിന്റെ ഇടത് ഭാഗത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? നോ, അത് റിസ്ക് ആണ്. പോലീസ് വാച്ചിങ് ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. എസ്പെഷ്യലി ഒരു ഫോഴ്സ് ഒപ്പം ഉണ്ടാവരുന്ന അവർ പറഞ്ഞ സ്ഥിതിക്ക് സിഗ്നൽ കിട്ടിയാൽ അവരെത്തിക്കോളും. ഞാൻ നേരിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തുന്നില്ല, അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ മോഹൻ, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഓപ്പറേഷൻ പാളിയാൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുവെക്കണ്ടേ? താൻ ഫെയിലിയറിനെ കുറിച്ച് ആലോചിക്കണ്ട. നമ്മൾ വിൻ ചെയ്യും. ചിത്രയെ നമ്മൾ സേഫായി വീണ്ടെടുക്കും. ഓക്കെ.